ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെയും ഗോകുലിന്റെയും ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ഫിറ്റ്നസിനോട് താല്പര്യമുള്ള ആളുകൾക്ക് അതിനോട് കൊതി തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങളത് അനുകരിക്കരുത്. കാരണം അവരത് വളരെ എഫോർട്ട് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. അവരെ എഫോർട്ട്ലെസ് ആണ് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവർക്ക് പല ആളുകളുടെ സഹായമുണ്ട്, ന്യൂട്രീഷന്റെ, ഡോക്ടേഴ്സിന്റെ, അതുപോലെ ഒരു നല്ലൊരു ട്രെയിനറുടെ. അപ്പോൾ വർക്കൗട്ടിന്റെ പ്ലാൻ, ന്യൂട്രീഷ്യസ് ആയ ഫുഡ് എങ്ങനെ കഴിക്കണം, എങ്ങനെ വെയിറ്റ് ലോസ് വരുത്തണം, എത്ര മസിൽ ലോസ് വന്നാൽ എങ്ങനെ അതിനെ റിക്കവറി ചെയ്യണം, ഇതെല്ലാം അവര് പ്രീ പ്ലാൻഡ് ചെയ്തുകൊണ്ടാണ് അവര് ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഈ കഥയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവർക്ക് നേട്ടമുണ്ട്, അവർക്ക് അതിന്റെ ഫേമുണ്ട്. ആ പടത്തിന് അനുയോജ്യമായ രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ പടം വിജയിക്കില്ല. ട്രഡീഷണലി കഴിച്ച് പരിചയമുള്ള തരത്തിലുള്ള ഭക്ഷണ രീതികളൊന്നും ആയിരുന്നില്ല ഒരു 8 മാസക്കാലത്തേക്ക്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഈ 2 ആഴ്ച യൂസ് ദിസ് ടൈം ടു നിങ്ങളുടെ ഗട്ടിനെ ട്രീറ്റ് യുവർ സ്റ്റമക്ക് and make sure that you're back to some sense of normalcy in your digestive tract. അവര് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തെടുത്തത് നല്ലൊരു കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് അവരത് ഈ കംപ്ലീറ്റ്ലി അവരെ ട്രാൻസ്ഫോർമേഷൻ സെറ്റ് ചെയ്തത്. എന്നാൽ ഇത് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഡയറക്റ്റ്ലി ഒരു കോമൺ പീപ്പിൾ ഇത് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഡെഫിനറ്റ് ആയിട്ട് വെയിറ്റ് കുറയുന്നതാണ്. സാധാരണ നമുക്ക് എന്തെങ്കിലും മാരകമായ അസുഖം വന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ വെയിറ്റ് കുറയുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ വെയിറ്റ് കുറയുന്നത്. നമ്മളെ ആടുജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പിന്നിലെ ഡോക്ടേഴ്സ്, ന്യൂട്രീഷനിസ്റ്റ്, അതുപോലെ വർക്കൗട്ട് പ്ലാൻ എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ സിനിമയിൽ കാണിച്ച പോലെ നിങ്ങൾ പട്ടിണി കിടന്നാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കാൻ നിങ്ങളുടെ മെറ്റബോളിസം കംപ്ലീറ്റ്ലി തയ്യാറാവും. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ദ എനർജി. അതായത് നമ്മൾ ഭക്ഷണം എത്താതെ വരുമ്പോൾ മെറ്റബോളിസം കംപ്ലീറ്റ്ലി തയ്യാറാവുകയും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, ഹോർമോണൽ സിസ്റ്റം കംപ്ലീറ്റ്ലി തയ്യാറാവുകയും ന്യൂട്രീഷൻസും വൈറ്റമിൻസും മിനറൽസ് എത്തിയില്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം താറുമാറാവുകയും നമ്മുടെ ഓർഗൻസിനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതാവുകയും ഈവൻ നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി ലോസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിൽ വരികയും കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു ആരോഗ്യം ക്ഷയിച്ച്, നിങ്ങൾക്കൊരു അസുഖം വന്ന്, ഒരു ക്യാൻസർ വന്ന്, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് വന്ന് നിങ്ങളുടെ ശരീരം കംപ്ലീറ്റ്ലി ക്ഷയിച്ച് ഇല്ലാതാകുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ പട്ടിണി കിടന്ന് വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവരത് ചെയ്തത് കംപ്ലീറ്റ്ലി അവരുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരത് കഴിഞ്ഞപ്പോൾ അതിനുശേഷം കംപ്ലീറ്റ്ലി കാര്യങ്ങളും അവരെന്ത് ചെയ്തു, കറക്റ്റായിട്ട് റിക്കവറി ചെയ്തു. അതിനുള്ള എല്ലാ സഹായങ്ങളും അവർക്കുണ്ട്, അവർക്ക് അതിനുള്ള സാമ്പത്തികമുണ്ട്, അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഏറ്റവും പീക്ക് അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദ പ്ലാൻ വാസ് ദാറ്റ് ഫൈനലി നമ്മുടെ യൂണിറ്റ് ഇവിടെ നിന്നെല്ലാം റെഡിയായി ജോർഡനിലേക്ക് പോകുമ്പോൾ ആ ഫൈനൽ 2 വീക്സ് ഞാൻ ഓസ്ട്രിയയിലെ വിവ മായർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയിൽ ഐ വിൽ ഗോ ആൻഡ് ജോയിൻ. അവിടെ ഒരു 2 വീക്ക് പ്രോഗ്രാമിൽ ഇനി എന്തെങ്കിലും എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ഇതിനെ പുഷ് ചെയ്യാൻ പറ്റിയാൽ അതും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഓസ്ട്രിയയിൽ പോയി. ഇവിടെ മുമ്പ് ഞാൻ ഇവിടുന്ന് ബ്ലസ് ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോൾ ദേ വെയ് യു, വെയിറ്റും ബോഡി എല്ലാ മറ്റ് ഫങ്ഷൻസും എല്ലാം മെഷർ ചെയ്തിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് റിഫ്യൂസ്ഡ് ടു പുട്ട് മീ ഇൻ എ വെയിറ്റ് ലോസ് പ്രോഗ്രാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന വെയിറ്റ് കുറയ്ക്കാന്ന് പോലും പറയാൻ പാടില്ല, ഫാറ്റ് കുറയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കലോറി ഡെഫിസിറ്റ്, അതായത് ഊർജ്ജം കൂടിയ ഭക്ഷണമെല്ലാം കുറച്ച് അതിന് പകരം ഊർജ്ജം കുറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങളുടെ ഡയറ്റിലേക്ക് നിങ്ങൾ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ വർക്കൗട്ട്, ഡെയിലി റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ഫാറ്റിനെ കുറയ്ക്കാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മസ്കുലാരിറ്റിയിലും ഷേപ്പിലും അട്രാക്റ്റീവ് ആവുകയും ചെയ്യും, നല്ല രീതിയിൽ ഫാറ്റ് കുറയും, നല്ല ആരോഗ്യം ഉണ്ടാവും നിങ്ങൾക്ക്, നിങ്ങളുടെ എല്ലാ മെറ്റബോളിസം എല്ലാം വളരെ ആക്റ്റീവായിരിക്കും, നിങ്ങൾ ചെറുപ്പത്തിലേക്ക് പോകുന്നതാണ്. നടക്കുന്ന കാര്യമല്ല എന്ന് ഉള്ളൊരു വസ്തുത ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ക്രഷ്ഡ് ആയത് ബ്ലസ് ചേട്ടനാണ്. ബ്ലസ് ചേട്ടൻ അതിൽ ഏറ്റവും കൂടുതൽ ക്രഷ്ഡ് ആയത് തന്നെ നമ്മുടെ ഷൂട്ടിന്, ഓഫ്കോഴ്സ് അതൊരു വലിയ ഇതാണ്, ഷൂട്ട് നിന്ന് പോയി എന്നുള്ളതല്ല. ബ്ലസ് ചേട്ടൻ എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്, രാജു ഇനി എന്ന് നമ്മൾ തിരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്താലും
രാജു ഇനി ഒന്നുകൂടെ ചെയ്യണ്ടേ, രാജുവിന് ഈ ട്രാൻസ്ഫോർമേഷൻ ഒന്നുകൂടെ ചെയ്യണ്ടേ. അതാണ് ബ്ലസ്സേഡിനകത്ത് എന്നും രാത്രി ചോദിച്ചോണ്ട്. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.